കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഇപ്പോഴുള്ള ഈ വികസന കുതിപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞ നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങൾക്ക് വിഴുങ്ങേണ്ടി വന്നോ ഇന്നത്തെ ഈ സമ്മിറ്റോടുകൂടി? അല്ല, ഞങ്ങൾക്ക് വിഴുകേണ്ടി വന്നിട്ടില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ്. ഇടതുപക്ഷം മുൻകാലങ്ങളിൽ സ്വീകരിച്ച സമീപനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി നമ്മുടെ നാട്ടിലെ നിക്ഷേപ സൗഹൃദ സംവിധാനങ്ങളുമായി സർക്കാർ വന്നാൽ അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കാതെ ആരോഗ്യകരമായി അതിനോട് സഹകരിക്കുക എന്നതാണ് UDF നയം. ആ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിനോടൊക്കെ സഹകരിക്കുന്നത്. പിന്നെ ഈ കടലാസിൽ പഞ്ചസാര എന്ന് എഴുതി വെച്ച് നക്കി നോക്കിയാൽ മധുരമുണ്ടാവില്ല. കുറേ അധര വ്യായാമങ്ങളായി ഓരോന്ന് പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. മുൻകാലത്ത് ഇവർ കൊണ്ടുവന്ന ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ എത്രത്തോളം നമ്മുടെ നാട്ടിൽ ഫലപ്രദമായി, എത്രമാത്രം ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടു എന്നത് ആത്മപരിശോധന നടത്താൻ തയ്യാറാകണം. ശ്രീ ഷാഫി ചാലിം, അതാണല്ലോ എന്താണ് ഈ 3 ലക്ഷം തൊഴിലവസരങ്ങൾ, 3 ലക്ഷം സംരംഭങ്ങൾ എന്ന കൃത്യമായി കണക്കുകൾ അത് കൃത്യമായി കാണിച്ചു വ്യവസായ മന്ത്രി എന്നിപ്പോൾ അരുൺ പറഞ്ഞത്. വ്യവസായ മന്ത്രി അവലംബമാക്കിയത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്. ആ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് രാജീവ് ഇതൊക്കെ ന്യായീകരിച്ചത്. പക്ഷേ നമ്മുടെ പീയൂഷ് ഗോയൽ എന്ന കേന്ദ്രമന്ത്രി ഇന്നിപ്പോൾ മാതൃഭൂമിയോട് പറയുന്നത് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് എന്ന സാധനം 5 വർഷമായി നിലവിലില്ല എന്നാണ്. അപ്പം നിലവിലില്ലാത്ത ഒരു റാങ്കിങ് സിസ്റ്റത്തിനെ അവലംബമാക്കിക്കൊണ്ട് ഇവിടെ എന്തോ കുന്തം സംഭവിച്ചിരിക്കുന്നു എന്ന് വ്യവസായ മന്ത്രി ആവശ്യപ്പെട്ട് കാര്യമില്ലല്ലോ. ഈ വ്യവസായ മന്ത്രിയുടെ ട്രാക്ക് എന്താ? അത് മാത്രം നമുക്കൊന്ന് പരിശോധിക്കല്ലോ. നമ്മുടെ ലുലു മാൾ അത് കൊച്ചിയിൽ വന്നു. അതിൻ്റെ തുടക്ക സമയത്ത് അതിനെതിരെ മുഴുവൻ സമരം നടത്തിയത് അന്ന് രാജ്യസഭ MP ആയ രാജീവും എറണാകുളത്തെ CPM സെക്രട്ടറിയുമായ ദിനേശ് മണിയും ചേർന്നായിരുന്നു. അവിടെ തോർത്തു, ഇവിടെ അങ്ങോട്ടാക്കി, അവിടെ ഇങ്ങോട്ട് കൈയാറ്റം ചെയ്ത് എത്രമാത്രം ഈ ലുലു മാനേജ്മെൻറ്റിനെതിരെ എന്തെല്ലാം വിഷയങ്ങൾ അവരുണ്ടാക്കി. അവസാനം അതൊക്കെ സെറ്റിൽ ചെയ്തത് എത്ര കോടികൾ കൊടുത്താണെന്നുള്ളത് പിന്നാമ്പാക്ക കഥയുണ്ട്. ഇപ്പോൾ അതിൻ്റെയൊക്കെ ചാമ്പ്യന്മാരായി ഇവർ മാറി. ഇത് മാത്രമാണോ? അതുപോലെ തന്നെ ഈ കോതമംഗലത്തെ നമ്മുടെ എന്തായിരുന്നു സിന്തൈറ്റ് സ്ഥാപനം, 2000-ലധികം മനുഷ്യന്മാർ ജോലി കിട്ടുന്ന ആ സ്ഥാപനത്തെ പൂട്ടിക്കാൻ എത്ര ശ്രമം നടത്തിയ ആളുകൾ അവരൊക്കെ. എത്ര ട്രാക്ക് നമുക്ക് ഇതിൽ പറഞ്ഞു തരാൻ പറ്റും? നമുക്കറിയാലോ, 2003 കൊച്ചിയിൽ ലേമറൈൻ ഹോട്ടലിലാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് എന്തുണ്ടായിരുന്നത്, നമ്മുടെ ഈ ജിമ്മ് നടന്നത്, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ്. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയും AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഏറ്റവും വലിയ വിപ്ലവാത്മകരമായ ഒരു നീക്കമായിരുന്നു കേരളത്തിൻ്റെത്. ആ 2003 ജിം പദ്ധതിയിൽ പ്രസൻറ്റ് ചെയ്യപ്പെട്ട പ്രോജക്റ്റാണ് ഇന്ന് യാഥാർത്ഥ്യമായ വിഴിഞ്ഞം, അതേപോലെ കൊച്ചിൻ മെട്രോ തുടങ്ങിയവയൊക്കെ. എല്ലാ അത് മാത്രമല്ല, അത് കൊച്ചിയിലെ പെട്രോ കെമിക്കൽ കോംപ്ലക്സ് 11,000 കോടിയുടെ നിക്ഷേപം, ഇതിൻ്റെയൊക്കെ തുടക്കം അതാണ്. പിന്നീട് 2012 എമർജിംഗ് കേരള, അതിനോടൊന്നും ഇവന്മാർ സഹകരിച്ചിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പുറംതിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. എമർജിംഗ് കേരളയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മെട്രോയുടെ ബാക്കി കാര്യങ്ങൾ പൂർത്തീകരിച്ചത്. അതേപോലെ തന്നെ ഈ 11,000 കോടി രൂപയുടെ പെട്രോ കെമിക്കൽ എല്ലാം വന്നത് 2006 ഗവൺമെൻറ് വീണ്ടും ചേഞ്ചായി. 2003 ജിമ്മ് നടത്തി. എന്നാൽ 2006 അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ ഇവർ തയ്യാറായില്ല. 5 കൊല്ലം നിഷ്ഫലമായി. പിന്നെ 2011 വീണ്ടും UDF വന്നതിന് ശേഷമാണ് വീണ്ടും എന്ത് നടത്തുന്നത്, എമർജിംഗ് കേരള നടത്തുന്നത്. 2003 പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിച്ചത്. 2012 മൻമോഹൻ സിംഗ് ഇന്നാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് ഇവരുടെ ഈ നിക്ഷേപ സംഗമത്തിന് ആരാ വന്നത്? ഒരു കേന്ദ്രമന്ത്രിയെ മാത്രമേ ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ. മാത്രമല്ല 2016 സ്മാർട്ട് സിറ്റി 2016 ഫെബ്രുവരി മാസത്തിലാണ് നമ്മളുടെ യാഥാർത്ഥ്യമാക്കുന്നത്. അന്ന് 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം ഉണ്ടാക്കി തുടക്കത്തിൽ 6,000 പേരുടെ ജോലിയുമായി സ്റ്റാർട്ട് ചെയ്ത ആ സംരംഭം 2016 തുടങ്ങിക്കൊടുത്തു. ഞങ്ങളിവിടെ ഇറങ്ങിപ്പോതാ. ഇപ്പോൾ എവിടെ എത്തി? 90,000 പേർക്ക് ജോലി നൽകും എന്ന് കമ്മിറ്റ് ചെയ്ത ഒരു പ്രോജക്റ്റായിരുന്നു അത്. ഇപ്പോൾ എന്താ ചെയ്ത്? ആർക്കും തൊഴിൽ കിട്ടിയോ? കിട്ടിയില്ല. അത് മാത്രമല്ല, സ്മാർട്ട് സിറ്റിക്ക് അങ്ങോട്ടേക്ക് പൈസ കൊടുക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്ഥിതി എന്താണ്? 10-ൽ താഴെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് നഷ്ടത്തിലാകാതെ പോകുന്നുള്ളൂ. അത് തന്നെ വിത്തൗട്ട് ടാക്സ് ലാഭവിഹിത കണക്കാണ്. ടാക്സും കൂടി വന്ന് ചേരുമ്പോൾ
അതിന്റെ സ്ഥിതി വളരെ മോശമാണ്. 500 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവിടെ സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മോശമാകുന്നതിൽ കേന്ദ്ര സർക്കാരിനുള്ള പങ്ക് ചുരുക്കിക്കാണുന്നുണ്ടോ? അതായത് നമ്മളിതിനെ കാണേണ്ടത് എങ്ങനെയാണ്? നമുക്ക് ഈ കേരളത്തിനെ കുറിച്ച് വളരെ കൃത്യമായി നേരത്തെയുള്ള ഒരു അപസർപ്പക കഥ ഈ കേരളത്തിൽ നിഴലിച്ച് നിൽക്കുന്നു. എന്തൊരു സംരംഭം വന്നാലും ഒരു ചുവപ്പ് കൊടി വന്ന് അതിനെ തടസ്സപ്പെടുത്തുന്ന രീതി, ഇത് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും ഈ ലവ് ജിഹാദ് പോലെയാണത്. ഇത് ഇല്ല എന്ന് കേന്ദ്രം പറയുന്നു, സുപ്രീം കോടതി പറയുന്നു, ആഭ്യന്തരമന്ത്രി പറയുന്നു, ഹൈക്കോടതി പറയുന്നു. പക്ഷേ എന്നാലും അത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ സംഘപരിവാറിന് സാധിച്ചതുപോലെ ഇപ്പോഴും നിക്ഷേപവുമായി ഇറങ്ങിത്തിരിക്കുന്നവരുടെ മുന്നിൽ ഈ ചുവപ്പ് കൊടി എന്നത് ഒരു ഭയാനകരമായ സംഭവമായി നിൽക്കുന്നുണ്ട്. ഇനി ശശി തരൂരൊക്കെ അത് എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും ആദ്യം അതിന് CPM ചെയ്യേണ്ടത്, ഞങ്ങൾ മുൻകാലത്ത് ഇത്തരം സംരംഭങ്ങൾക്കെതിരെ വടിയും കൊടിയും എടുത്ത് ഇറങ്ങിയത് തെറ്റായിപ്പോയി എന്ന് തുറന്ന് സമ്മതിച്ചിട്ട് വേണം പുതിയ മേഖലയിലേക്ക് കടന്നു വരാൻ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.